വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഞാൻ ഫേസ് ചെയ്ത വിസ റിജക്ഷനെ പറ്റിയിട്ടാണ്. അത് ഒന്നോ രണ്ടോ റിജക്ഷൻ അല്ല, 3 പ്രാവശ്യമാണ് എനിക്ക് എൻ്റെ വിസ റിജക്റ്റ് ആയത്. അതിന് ശേഷമാണ് എൻ്റെ ജർമ്മൻ വിസ സ്റ്റുഡൻറ്റ് വിസ അടിച്ചെൻ്റെ കയ്യിൽ കിട്ടുന്നത്. അപ്പം ഇന്ന് ഞാൻ എന്തൊക്കെ റീസൺ കൊണ്ടാണ് എനിക്ക് വിസ റിജക്ഷൻ വന്നത്, എങ്ങനെയായിരുന്നു ഓരോ കാര്യങ്ങൾ അതിനുവേണ്ടി ചെയ്തത് എന്നൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും പല പല എക്സ്പീരിയൻസ് ആണ്. ചിലവർക്ക് ഒരു റിജക്ഷൻ പോലും ഇല്ലാതെ ഫസ്റ്റ് ടൈം തന്നെ വിസ കിട്ടുന്നവരുണ്ട്. ചിലർ എന്നെ പോലെ ഒരു റിജക്ഷൻ, 2 റിജക്ഷൻ, 3 റിജക്ഷൻ, 4 റിജക്ഷൻ വരെ കിട്ടിയതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ പ്രോസസ്സിങ് തുടങ്ങിയ ടൈമിൽ ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു. ഒന്ന് എൻ്റെ ഫ്രണ്ട്, ഒന്ന് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, പിന്നെ ഒന്ന് എൻ്റെ ഫിയാൻസെ. അപ്പം എൻ്റെ ഫിയാൻസയ്ക്ക് ഒരു റിജക്ഷനാണ് കിട്ടിയത്. രണ്ടാമത്തെ വട്ടം ആൾക്ക് വിസയാണ് കിട്ടിയത്. എൻ്റെ ഫ്രണ്ടിൻ്റെ നോക്കുകയാണെങ്കിൽ ആൾക്ക് 2 വിസ റിജക്ഷൻ, 3ാമത്തെ പ്രാവശ്യമാണ് കിട്ടിയത്. എൻ്റെ നോക്കുകയാണെങ്കിൽ 3 പ്രാവശ്യം വിസ റിജക്ഷൻ, 4ാമത്തെ പ്രാവശ്യം അപ്ലൈ ചെയ്തിട്ടാണ് എനിക്ക് വിസ കിട്ടുന്നത്. അപ്പം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ എല്ലാവരുടെ എക്സ്പീരിയൻസും അതേപോലെ അവർ കടന്നുപോയ ഓരോരോ സാഹചര്യങ്ങളും വേറെ വേറെയാണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് മാത്രമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇത് ചിലവർക്കൊക്കെ ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും, ഇതിലൂടെ കടന്നുപോയവർ. ചിലവർക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ വളരെ ഫാസ്റ്റായിട്ട് പ്രോസസ്സിങ് സംഭവിച്ചവരുണ്ട്. എനിക്ക് വിസ കിട്ടാനായിട്ട് മൊത്തം ഫ്രം ദ സ്റ്റാർട്ടിങ് തൊട്ട് എൻ്റെ വിസ കിട്ടുന്നത് വരെ എനിക്കൊന്ന് എറൗണ്ട് ഒരു 2 ഇയേഴ്സ് ഇതിൻ്റെ പുറകെ ഞാൻ ഓടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈം എന്ന് പറയുന്നത് എനിക്ക് ഓർക്കാനായിട്ട് താല്പര്യമില്ലാത്ത ഒരു സമയം വരുന്നത്. ചില ദിവസങ്ങളിലൊക്കെ ഇരുന്ന് ആലോചിക്കും, ഇത് ഇവിടം കൊണ്ട് നിർത്തിയിട്ട് വേറെ വല്ല പരിപാടി നോക്കിയാലോ എന്ന് വരെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ആ ഒരു ടൈമിലൊക്കെ ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എൻ്റെ പാരൻസ്, എൻ്റെ ഫ്രണ്ട്, എൻ്റെ ഫിയാൻസെ. അതേപോലെ എൻ്റെ എന്താ പറയുക, നമ്മുടെ നല്ലത് വരാനായിട്ട് ആഗ്രഹിക്കുന്ന നമ്മുടെ കുറച്ച് ആൾക്കാരുണ്ടാവും. നമ്മൾ എങ്ങനെയെങ്കിലും ഇതായി പോട്ടെ എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമുക്ക് നല്ലത് മാത്രം സംഭവിക്കണമെന്ന് പറയുന്ന കുറച്ച് ആൾക്കാർ ആ ഒരു ടൈമിലാണ് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായത്. അപ്പം അങ്ങനെ ഒരുപാട് ഏറ്റവും കൂടുതൽ ഇത്രയും റിജക്ഷൻ വന്ന സമയത്ത് എൻ്റെ പാരൻസ് ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇതിവിടം വെച്ച് നിർത്തും, ഞങ്ങൾ മടുത്ത്. ഇല്ല, ഓരോ റിജക്ഷൻ എൻ്റെ കയ്യിൽ വരുമ്പോഴും എന്നെ ഏറ്റവും കൂടുതൽ എന്നെ മോട്ടിവേറ്റ് ചെയ്തത് എൻ്റെ അച്ചായിയാണ്, എൻ്റെ ഫാദറാണ്. അപ്പം ലാസ്റ്റത്തെ റിജക്ഷൻ 3ാമത്തത് കിട്ടിയപ്പോൾ ശരിക്കും ഞാൻ ആ ഒരു ഫുൾ ഡേ ഞാൻ കരച്ചിലായിരുന്നു. എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അങ്ങനെ ഞാൻ അത്രയും വിഷമിച്ചിട്ടുള്ള രാത്രിയൊന്നും ചില ദിവസം ഉറക്കം കാണത്തില്ലായിരിക്കും. ഇത്രയും രൂപ നമ്മൾ ഇതിനു വേണ്ടി മുടക്കിയല്ലോ, എന്നിട്ട് എന്താണ് ഇങ്ങനെ മാത്രം സംഭവിക്കുന്നതെന്നൊക്കെ കൊടുത്തിട്ട് ചില ദിവസം ഉറങ്ങത്തേ ഇല്ല. വെളുപ്പിനെ വരെ നമ്മൾ ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കും. അപ്പം ആ ഒരു ടൈമിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് എന്താ പറയുക, എന്നെ സപ്പോർട്ട് ചെയ്തത് എൻ്റെ പാരൻസ് ആണ്, എൻ്റെ കുറച്ച് കസിൻസ്, പിന്നെ അതേപോലെ എൻ്റെ ഫ്രണ്ട്, എൻ്റെ ഫിയാൻസൊക്കെ ആയിരുന്നു. ഫസ്റ്റ് ഞാൻ അഡ്മിഷൻ എടുത്തത് ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി നിന്നായിരുന്നു. ജർമ്മനിയിൽ ബെർലിനിലുള്ള ആഡൺ യൂണിവേഴ്സിറ്റി നിന്നായിരുന്നു ഫസ്റ്റ് ഞാൻ അഡ്മിഷൻ എടുത്തത്. ഇനി തുടർച്ചയായിട്ടുള്ള 3 വിസ റിജക്ഷൻ ആയപ്പോഴത്തേക്കും ഞാൻ തീരുമാനിച്ചു ഇനി ഈ യൂണിവേഴ്സിറ്റി വേണ്ട, പബ്ലിക്ക് ട്രൈ ചെയ്യാം. ആ ടൈമിൽ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കുന്നവർക്ക് അത്രയും റിജക്ഷൻ റേറ്റ് ഞാൻ അത്രയും കേട്ടിട്ടില്ല. കൂടുതലും റിജക്ഷൻ വരുന്നത് ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്തവർക്കായിരുന്നു. ആ ടൈമിൽ തന്നെ ഞാൻ എൻ്റെ ഏജൻസിയും സ്വിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് അവരുടെ രണ്ടാമത്തെ ഏജൻസിയുടെ കോൺടാക്ട് തരുന്നത് എൻ്റെ ഫിയാൻസിയാണ്. അപ്പോൾ ആൾ ഇൻസ്റ്റാഗ്രാമിലാണ് ഫസ്റ്റ് ഇവിടെ റീൽ കാണുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അവർ പ്രൊമോട്ട് ചെയ്യുന്നത് കൂടുതലും പബ്ലിക് യൂണിവേഴ്സിറ്റികളാണ്. അപ്പം ആ ഒരു ടൈമിൽ എനിക്ക് തോന്നുന്നു എൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് ഞാൻ ഇവിടെ എത്തുന്നത്, എൻ്റെ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നത് വരെ ഒരുപാട് ഏജൻസിനെ ഞാൻ വിളിച്ചിട്ടുണ്ട്. ഏജൻസിനെ വിളിച്ചതിന് കയ്യും കണക്കുമില്ല. അത് 1, 2, 3 ഏജൻസികളല്ല ഞാൻ വിളിച്ചത്, ഒരുപാട്, എനിക്കൊന്ന് ഒരു എബവ് 10 or 15 ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിളിച്ചവരെല്ലാവരും പ്രൊമോട്ട് ചെയ്യുന്നത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാനാണ്. നിങ്ങൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കുക, പെട്ടെന്ന് അഡ്മിഷൻ കിട്ടും, ഇത്ര ഫീസാണ് വരുന്നത്, നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുമ്പോഴത്തേക്കും ഇത്ര പെർസെൻറ്റേജ് നമുക്ക് ഡിസ്കൗണ്ട്. അത് നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടാണ് അറിയുന്നത്. അത് നോർമലായിട്ട് എല്ലാ സ്റ്റുഡൻസിനും ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് കൊടുക്കുന്നതാണ് ഇത്ര പെർസെൻറ്റേജ് ഫീസ് ഡിസ്കൗണ്ട്. അപ്പോൾ നമ്മൾ നാട്ടിൽ നിൽക്കുമ്പം ഈ ഏജൻസികൾ പറയുമ്പോൾ നമ്മൾ കേൾക്കുന്നത് എന്താണ്, ഇത്ര പെർസെൻറ്റേജ് ഡിസ്കൗണ്ടും ഉണ്ട്. അപ്പം ഇപ്പം 14,000 euro ആണ് ഫീസ് വരുന്നതെങ്കിൽ നമുക്ക് അതിൻ്റെ ഡിസ്കൗണ്ട് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു 7,000, 8,000, 9,000 ഒക്കെ നമുക്ക് ഫീസ് വരുന്നുള്ളൂ. അപ്പം മാക്സിമം ഈ ഏജൻസികൾ നമ്മളെ വിളിച്ചിട്ട് നമ്മൾ കോൾ ചെയ്യും, നമ്മൾ അങ്ങോട്ട് വിളിക്കുന്നവരുണ്ട്, നമ്മളെ നമ്പർ ഇട്ടിട്ട് ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവരൊക്കെ ക്യാൻവാസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയൊക്കെയാണ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ ഈ ഒരു ഏജൻസിനെ വിളിച്ച് സംസാരിച്ച ടൈമിൽ അഡ്മിഷൻ ചെയ്യുന്ന ആൾ ഓൾറെഡി ജർമ്മനിയിൽ ഉള്ളതുമാണ്. അപ്പം കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അവർ കൂടുതലും ഇതേപോലെ പബ്ലിക് യൂണിവേഴ്സിറ്റിയും ചെയ്യുന്നുണ്ട്, പ്രൈവറ്റും ചെയ്യുന്നുണ്ട്. പക്ഷേ അവർ കൂടുതലും പ്രൊമോട്ട് ചെയ്യുന്നത് പബ്ലിക് യൂണിവേഴ്സിറ്റി ആയിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ ഇത്രയും സ്റ്റാർട്ട് ചെയ്തിട്ട്, ഇതിൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത്രയും നാളായി, എനിക്ക് ഇത്രയും റിജക്ഷൻ വന്നു, ഫസ്റ്റ് ഞാൻ അഡ്മിഷൻ എടുത്തത് ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് എന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഇങ്ങനെ പറഞ്ഞു. ഇത്രയും ഞാൻ സ്ട്രഗിൾ ചെയ്തു, അപ്പോൾ ഇനി എനിക്ക് റിസ്ക് എടുക്കാനായിട്ടുള്ളൊരു ടൈമും ഇല്ല, അത് റിസ്ക് എടുക്കാൻ പറ്റിയൊരു മാനസികാവസ്ഥയിലും അല്ലായിരുന്നു.
അങ്ങനെ ഞാൻ ഏജൻസി സ്വിച്ച് ചെയ്തു. എൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ ചെയ്ത് എനിക്ക് വിസയൊക്കെ കിട്ടുന്നത് വരെ എൻ്റെ കൂടെ നിന്നത് ആഷിക് എന്ന് പറഞ്ഞിട്ട് ചേട്ടനായിരുന്നു. ആളുടെ ഏജൻസിയിലാണ് ഞാൻ ബാക്കി പ്രോസസ്സൊക്കെ ചെയ്തത്. ഇതൊരിക്കലും പെയ്ഡ് പ്രൊമോഷൻ അല്ല, ഇതെൻ്റെ എക്സ്പീരിയൻസ് മാത്രമാണ്. അപ്പം ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയാണ്, ഇത്ര റിജക്ഷൻ സംഭവിച്ചു, ഇത്രയും ടൈം നമ്മൾ പോയി, ഇത്രയും പൈസയും നമ്മുടെ കയ്യിൽ നിന്ന് പോയി. ഇപ്പോൾ നമ്മൾ ഓരോ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ആ ടൈമിൽ എത്രയാ നമ്മളെല്ലാം പേപ്പർ വർക്കും നമ്മൾ പോകുന്നത് അന്നത്തെ ഒരു ഡേ ഫുള്ള് മൊത്തം നമ്മുടെ കയ്യിൽ ഒരു 10 ഒക്കെ വെച്ച് പോകുമായിരുന്നു. അപ്പം ആ ചേട്ടൻ പറഞ്ഞു, ഓക്കെ, നിനക്ക് വിസ കയ്യിൽ കിട്ടിയതിന് ശേഷം മാത്രം അവരുടെ പേയ്മെൻറ്റ് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇപ്പോൾ തന്നെ അതിൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ആ ഒരു എനിക്കൊന്ന് 2023 ലാസ്റ്റൊക്കെ ആയപ്പോഴാണ് എൻ്റെ പ്രോസസ്സിങ് പബ്ലിക് യൂണിവേഴ്സിറ്റിയിലോട്ടുള്ളത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ 2022 സ്റ്റാർട്ട് ചെയ്ത സമയത്തിനേക്കാളും കുറച്ച് ചേഞ്ചസ് ആ ടൈമിൽ വന്നിട്ടുണ്ടായിരുന്നു. APS സർട്ടിഫിക്കറ്റ് വന്നു, അതേപോലെ IELTS മാൻഡേറ്ററി ആക്കി. അപ്പം ഞാനൊരു 1 മന്ത് ഒരു IELTSൻ്റെ കോച്ചിങ്ങിന് പോയി. അതിലും 1 മന്ത് കംപ്ലീറ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. എനിക്കൊന്നൊരു 2 വീക്സ് ആണ് ഞാൻ പ്രോപ്പറായിട്ട് ക്ലാസ്സിൽ പോയത്. ഞാൻ IELTS എഴുതിയെടുത്തു. പിന്നെ അവർ അഡ്മിഷൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ഒരു ഫെബ്രുവരി എൻഡോട് കൂടിയിട്ട് എൻ്റെ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടിയിട്ട് ഡോക്യുമെൻറ്റ്സ് ഒക്കെ അവരെനിക്ക് ഷെയർ ചെയ്ത് തന്നു. പിന്നെ നമ്മൾ ഒരുപാട് ലേറ്റ് ആക്കാതെ തന്നെ എൻ്റെ 4ാമത്തെ വിസയ്ക്ക് ഞാൻ അപ്ലൈ ചെയ്തു. അപ്പോൾ ഈ 4ാമത്തെ വിസ അപ്ലൈ ചെയ്യുന്നവർ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ 3 പ്രാവശ്യം ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്ത് റിജക്ഷൻ വന്ന റീസൺസ് ഞാൻ പറയാം. എനിക്ക് 3 വട്ടം ഇത് പേപ്പർ റിജക്ഷൻ ലെറ്റർ കിട്ടിയപ്പോഴും അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിരുന്ന കാര്യങ്ങളെല്ലാം 3 ഏകദേശം എല്ലാം സെയിം ആയിരുന്നു. മെയിനായിട്ട് അവർ പറയുന്നത് നമ്മൾ ജർമ്മനിയിലേക്ക് വരുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണ്, നമ്മുടെ മോട്ടിവേഷൻ ലെറ്ററിലാണ് മിക്ക കാര്യവും ഇരിക്കുന്നത്. നമ്മൾ എന്തിനാണ് ജർമ്മനിയിലേക്ക് വരുന്നത്, എന്തുകൊണ്ടാണ് ഈ കോഴ്സ് പഠിക്കുന്നത്, നമ്മുടെ മെയിൻ മോട്ടീവ് എന്താണെന്നാണ് അവർ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. നിങ്ങൾ മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ, സ്റ്റുഡൻറ്റ് വിസ എന്നുള്ള മുഖേന നമ്മൾ വരുന്നത്, ഇതൊക്കെയാണ് അവർ മെയിനായിട്ട് റിജക്ഷൻ ലെറ്ററിൽ അവർ പറയുന്നത്. പിന്നെ നമ്മൾ ഓരോ തവണ വിസ അപ്ലൈ ചെയ്യാണ്ട് VFSൽ ചെല്ലുമ്പോഴാണ് ബാക്കി ഇതേപോലെ നമ്മളെപ്പോലെ അപ്ലൈ ചെയ്യാൻ വരുന്ന കുറേ പേരുടെ സ്റ്റോറികളൊക്കെ കേൾക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് മാത്രമല്ല ഇത് നോർമലായിട്ട് സംഭവിക്കുന്നതാണെന്ന് മനസ്സിലായി. പലവരുടെയും സ്റ്റോറി പലതരമാണ്, മിക്കവർക്കും കിട്ടുന്ന റീസൺസും വേറെയാണ്. അപ്പം മെയിനായിട്ട് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം പക്കയായിട്ട് വെക്കുക. ഇപ്പോൾ നമ്മൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഫുൾ ഫീസ് അടയ്ക്കുക, ബ്ലോക്ക് എമൗണ്ട് കാണിക്കുക. അതേപോലെ നമ്മുടെ ഡോക്യുമെൻറ്റ്സിൽ മോട്ടിവേഷൻ ലെറ്ററിൽ കംപ്ലീറ്റ് ആയിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഒരുപാട് എലാബറേറ്റ് ചെയ്യാതെ വളരെ ഷോർട്ടായിട്ട്, കാരണം നമ്മളുടെ ഡോക്യുമെൻ്റ് വെരിഫൈ ചെയ്യുന്ന ആൾക്ക് വായിക്കുമ്പം തോന്നണം നമ്മുടെ മോട്ടീവ് ഇതാണ്, ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജർമ്മനിക്ക് വരുന്നത്. അപ്പം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് എനിക്ക് മനസ്സിലായി. പിന്നെ ആ ടൈമിൽ ഞാൻ ഒരുപാട് പേരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇതിൽ എനിക്ക് മനസ്സിലായതെന്ന് വെച്ചാൽ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കുന്നവർക്ക് അധികം റിജക്ഷൻ റേറ്റ് ഞാൻ കേട്ടിട്ടില്ല. കൂടുതലും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്തവർക്കാണ് 1, 2, 3, 4 റിജക്ഷനൊക്കെ വെച്ച് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്ത് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ പക്കയായിട്ട് IELTS എടുത്ത് APS സർട്ടിഫിക്കറ്റ്, അതിൽ ഒരുപാട് ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ട്, അതെല്ലാം ഒന്നും ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. ഇതെല്ലാം സെറ്റാക്കി നമ്മൾ നല്ലൊരു മോട്ടിവേഷൻ ലെറ്ററും ഒക്കെ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് വിസ കിട്ടും. അങ്ങനെ എൻ്റെ നേരത്തെ ഉള്ള കാര്യങ്ങളെല്ലാം ഞാനൊന്ന് മേക്കപ്പ് ചെയ്തിട്ട് 4ാമത്തെ വട്ടം ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. കറക്റ്റ് ഒരു 30 ഡേയ്സാണ് എനിക്കെടുത്തത്. 13th ആ ഒരു 1 മന്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതേപോലെ മെയിൽ വന്നു, നിങ്ങളുടെ പ്രോസസ്സിങ് കംപ്ലീറ്റ് ആയി, നമ്മൾ ഇങ്ങോട്ടേക്ക് ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള കൊറിയർ സർവീസിൽ പോയിട്ട് അത് റിസീവ് ചെയ്യാന്നുള്ളത്. അങ്ങനെ നമുക്ക് ഈ ഒരു മെയിൽ വന്ന് 3ാമത്തെ ദിവസമാണ് നമ്മൾ ഈ സാധനം കയ്യിൽ കിട്ടുന്നത്. അപ്പം ഇത്രയും പ്രാവശ്യം അപ്ലൈ ചെയ്തുകൊണ്ട് എൻ്റെ വീട്ടുകാർക്കും ഒക്കെ അറിയാം, മെയിൽ വന്ന് കഴിഞ്ഞ് ഇത്ര ഒരു 3 ദിവസം കഴിയുമ്പം ഇതെന്താണെന്ന് അറിയാൻ പറ്റും, വിസ നമ്മുടെ പാസ്പോർട്ട് നമ്മുടെ കയ്യിൽ കിട്ടുമെന്നുള്ളത് എന്നെ അറിയാം. ഓൾമോസ്റ്റ് എൻ്റെ കൂടെ നിന്ന് മിക്കവർക്കും അറിയാം. അപ്പം ഞാനത് ആരോടും പറഞ്ഞില്ല. ഞാൻ വിചാരിച്ച് വെറുതെ എന്തിനാണ് അവരെയും കൂടെ ടെൻഷൻ അടിപ്പിക്കുന്നത്. ഞാൻ ഓൾറെഡി ഈ ഒരു മെയിൽ വന്ന് ആ ഒരു 3 ദിവസത്തേക്ക് ഒട്ടും ഉറക്കം കാണത്തില്ല ഇത് കയ്യിൽ കിട്ടുന്നവരെ. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടുകാരോട് പറഞ്ഞില്ല മെയിൽ വന്നു. അങ്ങനെ ഞാൻ 3ാമത്തെ ദിവസം രാവിലെ ഞാൻ കുളിച്ച് റെഡിയായി പോകുന്നതിന് ഒരു 2-3 മിനിറ്റാണ് ഞാൻ പറഞ്ഞത് എനിക്ക് മെയിൽ വന്നിട്ടുണ്ട്, ഞാൻ പോയി സാധനം മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വണ്ടി എടുത്ത് ഞാൻ നേരെ എൻ്റെ അടുത്തുള്ള കൊറിയർ സർവീസിൽ പോയി. പോകുന്ന വഴിക്കെല്ലാം ഇങ്ങനെ മൈൻഡ് ഇങ്ങനെ എന്താ പറയുക, ഒട്ടും കൺട്രോൾഡ് അല്ല, എന്തായിരിക്കും സംഭവിക്കുക, എന്ത് വന്നാലും എന്നാലും നമ്മൾ ഫേസ് ചെയ്തേ പറ്റത്തുള്ളൂ. അങ്ങനെ എൻ്റെ പറഞ്ഞു ഒറ്റയ്ക്ക് പോകണ്ട, എൻ്റെ ബ്രദറിനെ കൂടെ കൂട്ടിയിട്ട് പോകുമെന്ന് പറഞ്ഞു. കാരണം ഇതിന് മുന്നേ ഉള്ളതൊക്കെ ഞാൻ എന്താ പറയുക, ഇത് കിട്ടി കഴിയുമ്പോഴത്തേക്ക് കുറച്ച് നേരത്തേക്ക് ഞാൻ ഔട്ട് ഓഫ് മൈൻഡ് ആയി പോകും. എങ്ങനെ ഞാൻ വീടെത്തുന്നതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അങ്ങനെ ഞാൻ പോയി ഭയങ്കര നെഞ്ച് കിടന്നിങ്ങനെ പട്ടപ്പടാന്നിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതെന്തായിരിക്കും എന്നുള്ളത്. കാരണം ഇത്രയും റിജക്ഷൻ കിട്ടി, ഒന്ന് വിസ സ്റ്റാമ്പ് ചെയ്യുന്നത് ഒന്ന് കാണാൻ വേണ്ടി അത്രയും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ എന്ന് വെച്ചാൽ ഒരുപാട് പേര് നമ്മളെ എന്താ പറയുക മെൻ്റലി തളർത്തി ഒരുപാട് പേരുണ്ട്. അപ്പം ആ ഒരു ടൈം എന്ന് പറയുന്ന സത്യം പറഞ്ഞാൽ എനിക്കിങ്ങനെ ഓർക്കാനേ എനിക്ക് താല്പര്യമില്ലാത്തതാണ്. അങ്ങനെ ഞാൻ എന്തും വരട്ടെ എന്ന് വിചാരിച്ചിട്ട് പോയി. ഇത് നമ്മൾ ഐഡൻറ്റിറ്റി എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും കയ്യിൽ കരുതണം, ആധാറോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസോ എന്തെങ്കിലും. അങ്ങനെ പോയി സാധനം കിട്ടി. ഞാനിത് അവിടെ വെച്ച് തുറന്നില്ല, ഞാൻ നേരെ വണ്ടിയുടെ അകത്ത് കയറി. അങ്ങനെ കാറിൽ കയറി ഇരുന്ന് ഫസ്റ്റ് ഞാൻ എന്നിങ്ങനെ
കൂളായതിന് ശേഷം ഞാൻ പറയുക എൻ്റെ അനിയനോട് ഞാൻ പറഞ്ഞു, നീ ഒന്ന് തുറന്നു നോക്ക്, എനിക്ക് തുറന്നു നോക്കാൻ എനിക്ക് പേടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും നീ തുറക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെയാണ് ഓപ്പൺ ചെയ്തപ്പം നമ്മളിങ്ങനെ ജസ്റ്റ് വെട്ടത്തിൽ ഇങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ആ റിജക്ഷൻ ലെറ്റർ. അപ്പോൾ നമുക്കിപ്പം അങ്ങനെ ഒരു പേപ്പർ ഇല്ല. അപ്പം ചെറിയൊരു ഹോപ്പ് ഉണ്ട്, എനിക്ക് റിജക്ഷൻ അല്ലായിരിക്കും വിസ ആയിരിക്കും, എന്നാലും ഒരു ഡബിൾ മൈൻഡ് ആണ്, 50% ആണ്. അങ്ങനെ ഞാൻ ഓപ്പൺ ചെയ്തപ്പം വിസ റിജക്ഷൻ ആ ഒരു പേപ്പർ ഇല്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് വിസയാണ്. അങ്ങനെ ഞാൻ നേരെ എൻ്റെ പാസ്പോർട്ട് തുറന്ന് നോക്കിയപ്പോഴത്തേക്കും വിസ സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ്. സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ ഒന്ന് പൊട്ടിക്കരഞ്ഞു പോയി വണ്ടിയിൽ ഇരുന്നിട്ട്. അങ്ങനെ ഞാൻ കരഞ്ഞ് എൻ്റെ പാരൻസിനെ വിളിച്ച് പറഞ്ഞു വിസ വന്നു എന്ന് പറഞ്ഞു. അങ്ങനെ എന്താ പറയുക, ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഡേ ആണ്. അങ്ങനെ ഞാൻ കുറച്ച് ടൈം എടുത്തിട്ടാണ് ഞാൻ വീട്ടിലെത്തുന്നത്. കാരണം സന്തോഷം കൊണ്ട് എന്താ പറയുക, അതൊരിക്കലും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഈ ഒരു സ്റ്റേജിൽ കൂടെ പോയവർക്ക് മാത്രമേ ആ ഒരു സിറ്റുവേഷൻ അറിയാൻ പറ്റുള്ളൂ. നമ്മൾ ഇത്രയും റിജക്ഷൻ വാങ്ങിച്ച് നമ്മൾ മെൻ്റലി ഇത്രയും ട്രോമയിലോട്ട് പോയി, കുറേ ഉറക്കമില്ലാത്ത ദിവസങ്ങൾ, ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന ഓരോരോ ദിവസങ്ങൾ, അത്രയും നമ്മൾ ഫേസ് ചെയ്ത് നമ്മളുടെ കയ്യിൽ ഈ വിസ കിട്ടുമ്പോൾ ഒരു സുഖം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണ് എൻ്റെ വിസ ഞാൻ റിസീവ് ചെയ്യുന്നത്. പിന്നെ ഞാനൊരു 3 വീക്സിനുള്ളിൽ ബാക്കി ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കുറേ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ നടത്തി ഒരു മെയ് 24 ഞാൻ ജർമ്മനിയിൽ എത്തുന്നത്. ഈ ഒരു ടൈമിൽ നമ്മൾ ലൈഫിൽ പഠിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത്, എൻ്റെ ലൈഫിൽ മിക്ക കാര്യങ്ങളും സംഭവിക്കുന്നത് ഇങ്ങനെയാണ്. എനിക്ക് ഒരിക്കലും പെട്ടെന്ന് കിട്ടത്തില്ല. പക്ഷെ ഞാൻ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് ബെസ്റ്റ് ആയിട്ടുള്ളൊരു സാധനം കിട്ടുകയും ചെയ്യും. അപ്പം നമ്മൾ എന്ത് നേടാനാണെങ്കിലും വെയിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. അതിലൂടെ നമ്മൾ ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നു പോകണം. അപ്പോൾ അങ്ങനെ ഒരുപാട് ലൈഫിൽ ഒരുപാട് ലെസൺസ് ഞാൻ പഠിച്ചു. പിന്നെ ആ ടൈമിൽ എന്നെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ എന്നെ മെൻ്റലി സ്ട്രോങ് ആക്കി ഒരുപാട് പേരുണ്ട്. ഫസ്റ്റ് പാരൻസ്, എൻ്റെ കസിൻസ്, എൻ്റെ ഫ്രണ്ട്സ്, അങ്ങനെ ഒരുപാട് പേർക്കൊക്കെ എന്താ പറയുക, നന്ദി പറഞ്ഞാലും അത്രയും തീരാത്തത്രയും കടപ്പാടും നന്ദിയും എനിക്കുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കളിയാക്കി ഒരുപാട് പേരുമുണ്ട്. എന്താ പറയുക, നമ്മൾ ഇത് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ നമ്മളങ്ങനെ ഒരുപാട് പേരോടൊന്നും അറിയിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ അടുത്ത കുറച്ച് പേരോട് തന്നെ നമ്മൾ ഇതിൻ്റെ പുറകെയൊക്കെ ഓടുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും അറിയാം അടുത്തത് പുറത്തോട്ട് പോകാനുള്ളതാണെന്ന്. അപ്പം അങ്ങനെ ഒരുപാട് പേരിലേക്ക് ഇത് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഒരു ഫാമിലി ഫംഗ്ഷനൊക്കെ ചെല്ലുമ്പോൾ ആദ്യമൊക്കെ ഭയങ്കര പുറത്തോട്ടൊക്കെ പോവാണല്ലേ, ഓക്കെ എല്ലാം നടക്കട്ടെ, അങ്ങനെ ഒരു രീതിയിൽ സപ്പോർട്ട് ചെയ്യും. പിന്നെ ഇത്രയും ടൈം എടുത്തപ്പോഴത്തേക്കും പിന്നെ മോട്ടിവേറ്റ് ചെയ്തവരുടെ ടോണൊക്കെ തന്നെ മാറിയിട്ട് കളിയാക്കുന്ന രീതിയിൽ വരെ ആയിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും എനിക്ക് മറക്കാൻ പറ്റില്ല. ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിൽ അമ്മയുടെ വീടിൻ്റെ അടുത്തൊരു ഫംഗ്ഷൻ പോയപ്പോഴത്തേക്കും അടുത്തുള്ള ഒരു ആൻറ്റിയോട് ചോദിക്കുകയാണ്, ഇതുവരെ പോയില്ലേ, ഞങ്ങൾ വിചാരിച്ച് 2 ദിവസം മുന്നേ പോയെന്ന്. അപ്പോൾ അത് കേട്ടപ്പോൾ നമ്മൾ മെൻ്റലി നമുക്ക് ആ സമയത്തൊന്നും തിരിച്ച് പറയാനായിട്ട് നമ്മുടെ വായിൽ വരുമെങ്കിൽ നമ്മൾ ഒന്നും മിണ്ടത്തില്ല. ഞാൻ ചിരിച്ചുകൊണ്ട് തന്നെ പറയും ഒന്നും ആയില്ല, ഞാൻ എന്തായാലും ആകുമ്പോൾ അറിയിക്കാന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞു വിട്ട്. അപ്പം ആൾക്കാരുടെ ടോൺ തന്നെ മാറിയിട്ട് നമ്മൾ കളിയാക്കുന്ന ഒരു രീതിയിൽ വരെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം നാട്ടിൽ പ്രോസസ്സിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇപ്പം ജർമ്മനി എന്നല്ല വേറെ ഏത് കൺട്രിയിലോട്ടും സ്റ്റുഡൻറ്റ് വിസയോ അതല്ല വർക്ക് വിസയോ എന്ത് വിസയ്ക്ക് ട്രൈ ചെയ്തിട്ട് ഇതിപ്പോൾ എൻ്റെ പോലെ എന്തെങ്കിലും റിജക്ഷൻസ് ഫേസ് ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ സമയം ഒരു ദിവസം വരും, അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. പിന്നെ മെൻ്റലി സ്ട്രോങ് ആയിട്ടിരിക്കുക. ഒരുപാട് ആൾക്കാരിലേക്ക് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയിക്കാതിരിക്കുക. ഏറ്റവും നല്ലത് നമ്മൾ എന്താ പറയുക, എയർപോർട്ടിൽ നമ്മൾ ഇമിഗ്രേഷൻ കഴിഞ്ഞതിന് ശേഷം ആൾക്കാരെ അറിയിക്കുക നമ്മൾ പുറത്തോട്ട് പോവുകയാണെന്നുള്ളത്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്കിപ്പോൾ റിജക്ഷൻ, ഇപ്പം എന്നെ പോലെ വിസ റിജക്ഷൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ആ റിജക്ഷൻ ലെറ്റർ നന്നായിട്ട് വായിച്ച് നോക്കുക, എന്ത് റീസൺസ് ആണ് അവർ പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് ടൈം അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ആ കാര്യങ്ങളെല്ലാം കവർ ചെയ്തിട്ട്, ചിലവർ ചെയ്യുന്ന മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഈ മോട്ടിവേഷൻ ലെറ്റർ ഒരുപാട് 3-4 പേജൊക്കെ വെക്കുന്നവരുണ്ട്. ചിലപ്പം കുഴപ്പമില്ല, അങ്ങനെ വെച്ചിട്ട് കിട്ടുന്നവരും ഉണ്ട്, ചിലപ്പം റിജക്റ്റ് ആവുന്നവരുണ്ട്. അപ്പം മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് മാക്സിമം അത് എന്താ പറയുക, ഷോർട്ടായിട്ട് മെയിൻ പോയിന്റുകൾ മാത്രം വെക്കുക. എന്താണ് നമ്മുടെ മോട്ടീവ് എന്നുള്ളത് ക്ലിയർ ആയിട്ട് വെക്കുക. ഇപ്പം ഞാൻ മെൻഷൻ ചെയ്ത 1-2 കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ജർമ്മനിയിൽ അവിടെ സെറ്റിൽ ആവാനല്ല, പഠിച്ചതിന് ശേഷം നാട്ടിലേക്ക് തിരിച്ചു വരും, നമ്മുടെ പാരൻസ് ഫാമിലിയൊക്കെ ഇവിടെയാണ്, അപ്പം പഠിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്, അതിനുശേഷം ഞാൻ തിരിച്ചെന്തായാലും വരും എന്നുള്ള കാര്യങ്ങൾ മെൻഷൻ ചെയ്യുക. അപ്പം ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു ഞാൻ മൊത്തം എന്താ പറയുക സ്റ്റോറി ഞാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ വിസ റിജക്ഷൻ്റെ അതായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇനി അപ്കമിങ് വീഡിയോസിൽ ഞാൻ എന്താ പറയുക ഓരോരോ കാര്യങ്ങൾ ഓരോരോ പാർട്ടായിട്ട് ഞാൻ എന്താ പറയുക ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.